എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ സാസുക ഷോക്കായിട്ട് നീ എന്താ പറയണേ? ഹിറ്റാച്ചി അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയെന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അതിനവൻ തറപ്പിച്ചു പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഞാൻ പറയുന്നത് സത്യമാണ്. അന്നേ ദിവസം നമ്മുടെ ക്ലാൻ തകർത്തത് ഹിറ്റാച്ചി ഒറ്റയ്ക്കായിരുന്നില്ല, അവന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടായിരുന്നു. മാധുര പറയും, നിന്റെ ചേട്ടൻ എന്തിനു ജീവിച്ചു എന്ന് നീ അറിയണം. അവൻ ആക്ച്വലി ജീവിച്ചത് ലീഫ് വില്ലേജിന് വേണ്ടിയാണ്. അവന്റെ ജീവിതത്തില് അവൻ ഒരുപാട് റിസ്കിലൂടെ കടന്നുപോയി. മാത്രമല്ല ആ ഒരു ആമത്രാസ് പവർ അതെന്തിനാണ് അവൻ നിനക്ക് തന്നതെന്ന് നിനക്കറിയോ? ഹിറ്റാച്ചിയെ കുറിച്ചുള്ള സത്യങ്ങള് അത് നീ മനസ്സിലാക്കാതിരിക്കാൻ. പക്ഷെ ആ സത്യങ്ങള് ഇപ്പൊ ഞാൻ നിന്നോട് പറയാൻ പോവാണ്. അതാകെ അറിയാവുന്നത് 4 പേർക്ക് മാത്രമാണ്. എനിക്കവന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം. അതൊരിക്കലും ഞാൻ നിന്നോട് പറയാതിരിക്കാനാണ് ഈ ഒരു അമത്രാസ് പവർ അത് നിന്റെ കണ്ണില് അവൻ സെറ്റ് ചെയ്തത്. ഞാൻ നിന്റെ അടുത്തേക്ക് വന്നാൽ ഉടനെ ആ അമത്രാസ് അത് ആക്ടിവേറ്റ് ആയി ഞാൻ കത്താനായിട്ട് തുടങ്ങും. അതിന് സാസുക, നീ എന്താ പറയണേ? ഹിറ്റാച്ചി അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയെന്നോ? സാസുകയ്ക്കാവട്ടെ ഇപ്പൊ പതിയെ അവന്റെ ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങും. അവൻ ഫ്ലാഷ് ബാക്കില് ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ മാധുര അവന്റെ ശരീരം കണ്ട് അത് പുറത്തെടുത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങും. മാധുര പറയും, നിന്റെ ചേട്ടൻ അവൻ യഥാർത്ഥത്തില് ഒരു പാവമാണ്. മാത്രമല്ല അവനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ സാസുക അവൻ അത് കേട്ട് ഇപ്പൊ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ഹിറ്റാച്ചി ഇപ്പൊ സാസുകയെ തോളത്തെടുത്ത് അങ്ങനെ ഹായ് ആയിട്ട് നടക്കുമ്പോ സാസുക പോലീസ് സ്റ്റേഷൻ കണ്ടു ചോദിക്കും, എന്തിനാണ് പോലീസ് സ്റ്റേഷനില് ഉച്ചിഹ ക്ലാനിന്റെ ഈ ഒരു സിമ്പല് അടയാളാക്കി കൊടുത്തിരിക്കുന്നത്? അതിന് ഹിറ്റാച്ചി പറയും, ആദ്യം ഇവിടെ പോലീസ് ഫോഴ്സേ ഇല്ലായിരുന്നു. ഹിറ്റാച്ചി ക്ലാനിൽപ്പെട്ട ചില ആൾക്കാരാണ് ഇവിടെ പോലീസിന്റെ വർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മുടെ ഗ്രാമത്തില് പോലീസ് ഫോഴ്സ് ഉണ്ടായത്. ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരെ മാത്രമാണ് ആ ഫോഴ്സിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉച്ചിഹ ക്ലാനിന്റെ ആ ഒരു ചിഹ്നം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് സാസുക പറയും, ഇപ്പോഴാണ് പപ്പയുടെ പവറും പപ്പയുടെ വാല്യൂവും ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നത്. അവനിപ്പോ ഹിറ്റാച്ചിയോട് ചോദിക്കും, നീയും ഈ പോലീസ് ഫോഴ്സിൽ ചേരോ? അതിന് ഹിറ്റാച്ചി പറയും, അറിയില്ല, ചിലപ്പോ ചേരുമായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ സാസുക അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ഹിറ്റാച്ചി അവൻ എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത്. മങ്കിക്കു ശരീരം കണ്ണുവെച്ച് അവൻ എന്നെ കൊല്ലാൻ വന്നു. ഞങ്ങളുടെ പാരന്റ്സിനെയും അവൻ തന്നെയാണ് കൊന്നുകളഞ്ഞത്. സാസുക അവനിപ്പോ ടെൻഷനായിട്ട് വിറയ്ക്കാനായിട്ട് ആരംഭിക്കും. അവനിപ്പോ ശ്വാസം കിട്ടാതെ പെടയാനായിട്ട് തുടങ്ങും. അപ്പൊ മാധുര അവൻ സാസുകയെ മുറുകെ പിടിച്ച്, നീ ശ്വാസം എടുത്തുവിട്, അല്ലെങ്കില് നീ മരിച്ചു പോകുന്നു പറയും. അതിന് ദേഷ്യപ്പെട്ട് സാസുക അവന്റെ കൈ തട്ടി മാറ്റും. പതിയെ പതിയെ ഇപ്പൊ സാസുകയുടെ ബോധം നഷ്ടപ്പെട്ട് അവൻ അങ്ങനെ താഴേക്ക് വീഴും. കണ്ണു തുറക്കുമ്പോ ഇപ്പൊ അവന്റെ ബോഡി മുഴുവൻ കയറിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പൊ മാധുരയുണ്ട്. മാധുര പറയും, നിന്നെ കെട്ടിയിട്ടതിന് നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ സ്റ്റോറി അത് പറഞ്ഞു തീർത്തേ പറ്റൂ. അത് നീ ക്ഷമയോടെ കേൾക്കാനാണ് നിന്നെ ഞാൻ കെട്ടിയിട്ടത്. സാസുകയ്ക്കാണെങ്കില് അവന്റെ ദേഷ്യം അത് കയറി കയറി വരും. ചെറുപ്പത്തില് ഹിറ്റാച്ചി നല്ലവനെ പോലെ അഭിനയിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഓർക്കാൻ തുടങ്ങും. അതിന് സാസുക, ഹിറ്റാച്ചി എന്റെ എനിമിയാണ്, എന്റെ പാരന്റ്സിനെ കൊന്നു, എന്റെ ക്ലാൻ നശിപ്പിച്ചു, അവനൊരു റോക്ക് നിഞ്ചയാണ്. മാത്രമല്ല ഇപ്പൊ അവൻ അക്കാസ്കി മെമ്പർ കൂടിയായിരുന്നു. അവന്റെ അവസാനത്തെ ടാർഗറ്റ് അത് ഞാനായിരുന്നു. അതിന് മാധുര പറയും, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, അവനൊരു റോക്ക് നിഞ്ചയാണ്. നിന്റെ പാരന്റ്സിനെയും നിന്റെ ക്ലാനിനെയും നശിപ്പിച്ചത് അവനാണ്. പക്ഷെ ഒരിക്കലും അത് അവന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ലീഫ് വില്ലേജിന് വേണ്ടിയായിരുന്നു. അതാണ് അന്ന് അവന് കിട്ടിയ മിഷൻ. അത് കേട്ട് സാസുക അങ്ങനെ ഞെട്ടിപ്പോവും. എന്ത്, ലീഫ് വില്ലേജിന്റെ മിഷനോ? അതിന് മാധുര പറയും, അതെ, ആ ഒരു മിഷൻ അത് ഫുൾഫിൽ ചെയ്യാനാണ് അവന്റെ ഇമോഷൻസിനെ അടക്കി വെച്ച് അവൻ ഉച്ചിഹ ക്ലാനിനെ തന്നെ ഇല്ലാതാക്കിയത്. ഹിഡൻ ലീഫ് വില്ലേജിന് വേണ്ടിയിട്ടാണ് അവൻ അവനെ തന്നെ സാക്രിഫൈസ് ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞ 80 വർഷങ്ങൾക്ക് മുൻപ്, രാജ്യങ്ങളെല്ലാം തമ്മിൽ അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കാലം. ഷിനോബികളുള്ള ഒരുപാട് ക്ലാനുകള് അവര് പരസ്പരം യുദ്ധം ചെയ്തു. പക്ഷെ അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നത് രണ്ടേ രണ്ട് ക്ലാനുകളെയാണ്. അതിലൊരു ക്ലാനാണ് ഉച്ചിഹ, മറ്റൊന്ന് സെഞ്ചി ക്ലാൻ. ഉച്ചിഹ ക്ലാനിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു ശരീരം കണ്ണ്. ഞാനും ഉച്ചിഹ ക്ലാനിലെ ഒരു മെമ്പറാണ്. എന്റെ പേര് മാധുര ഉച്ചിഹ. എനിക്ക്
എനിക്കും ഒരുപാട് പവർ ഉണ്ട്. എക്സ്പ്ലോഷർ പവർ, അങ്ങനെ ഒരുപാട് വലിയ പവറുകൾ എനിക്കും അന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് പവർ അത് കൂടുതലായിട്ട് ആവശ്യം വന്നു. അതിനുവേണ്ടി എനിക്ക് എന്റെ സ്വന്തം ബ്രദറിനെയും ഫ്രണ്ട്സിനെയും കൊന്നു കളയേണ്ടതായിട്ട് വന്നു. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് മങ്കിക്കു ശരീരം കണ്ട് കിട്ടിയത്. എനിക്ക് കൂടുതൽ പവർ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹാസിരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയത്. ഹാസിരയ്ക്ക് വുഡ് സ്റ്റീൽ ജിപ്സുവിന്റെ പവറാണ്. അവനായിരുന്നു ഫ്യൂച്ചർ ഹൊക്കാകെ. ഹാസിരയോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നേരിടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിന് സാസുക ചോദിക്കും, നീയും നിന്റെ അനിയന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിരുന്നോ? അതിനവൻ പറയും, അതെ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്റെ ക്ലാനെ രക്ഷിക്കാനായി എന്റെ അനിയന്റെ കണ്ണുകള് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ പവർഫുൾ ആയത്. ആ സെഞ്ചു ക്ലാൻ, അതിനെ തോൽപ്പിക്കാൻ എനിക്ക് ഒരുപാട് പവർ വേണം. അതെന്റെ അനിയനും നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെയാണ് അവന്റെ കണ്ണ് എനിക്ക് തന്നത്. ആ ഇടയ്ക്കാണ് ഷെഞ്ചു ക്ലാൻ ഒരു പ്രത്യേക പത്രിക ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് അയച്ചത്. ഓൾറെഡി ഈ 2 രാജ്യങ്ങളും ഏറ്റുമുട്ടി ഒരുപാട് പേര് മരിച്ചിരുന്നു. അവരയച്ച ആ ഒരു ലെറ്ററിലുള്ള കാര്യങ്ങള് അതെല്ലാവരും അംഗീകരിച്ചു. പക്ഷെ ഞാൻ മാത്രം അതിനെ ഓപ്പോസ് ചെയ്തു. ഞാൻ അതിശക്തമായിട്ട് അതിനെ എതിർത്തു. ഉച്ചിഹ ക്ലാനിലുള്ളവർ പോലും അവസാനം പതിയെ പതിയെ എനിക്കെതിരെ തിരിയാൻ തുടങ്ങി. എന്റെ അനിയനെ പോലും ബലി കൊടുത്ത് ഞാൻ എന്റെ ക്ലാനിന് വേണ്ടി നിന്നു. പക്ഷെ ഒടുവില് അവരെല്ലാവരും എന്നെ തള്ളി പറയാൻ തുടങ്ങി. ഷെഞ്ചു ക്ലാൻ അവരെപ്പോഴും ഉച്ചിഹ ക്ലാനിനെ നശിപ്പിക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്റെ ജനങ്ങൾക്ക് വേണ്ടി അതെല്ലാം ഞാൻ സഹിച്ച് ഹാസിറയെ നമ്മുടെ പുതിയ ക്ലാനിന്റെ നേതാവാക്കി മാറ്റി. ആ ഒരു പുതിയ ക്ലാനിന്റെ പേരാണ് ഹിഡൻ ലീഫ് വില്ലേജ്. പിന്നീട് എല്ലാവരെയും പോലെയും ഞാനും ആ ഒരു പത്രിക അത് ആക്സെപ്റ്റ് ചെയ്തു. അതിലെഴുതിയത് എല്ലാവരും ഒന്നായിരിക്കണം, ഒരേ നിയമങ്ങള് അതെല്ലാവരും പാലിക്കണമെന്നാണ്. അങ്ങനെ ഒരുപാട് കാലമായി നീണ്ടുനിന്ന ആ ഒരു വലിയ യുദ്ധം അത് അവസാനിച്ച് ഗ്രാമത്തിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് വീണ്ടും വലിയൊരു പ്രശ്നത്തെ തുടർന്ന് ഈ 2 രാജ്യങ്ങളും തമ്മില് തർക്കങ്ങള് അത് ഉടലെടുക്കാൻ തുടങ്ങി. മറ്റൊന്നും ആയിരുന്നില്ല, ആര് ഹൊക്കാഗെയാകും. അതായിരുന്നു 2 ഗ്രാമങ്ങളുടെയും പ്രശ്നം. എല്ലാവരും ഹാസിറയാണ് ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തത്. അത് കേട്ട് ഞാൻ ആകെ തളർന്നുപോയി. ഞാൻ ഈ കാര്യം എന്റെ ക്ലാനിലുള്ളവരെ അറിയിച്ചു. പക്ഷെ അവരും എന്നെ വെറുക്കാൻ തുടങ്ങി. അവരാരും എന്നെ അംഗീകരിച്ചില്ല. ഞാൻ എന്റെ ക്ലാനിന് വേണ്ടിയാണ് എന്റെ സ്വന്തം ബ്രദറിനെ കൊന്ന് അവന്റെ കണ്ണുകൂടെ ഉപയോഗിച്ച് ഈ ഒരു ഗ്രാമത്തെ സംരക്ഷിച്ചത്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഉച്ചിഹ ക്ലാനിന് കൊടുത്തു. പക്ഷെ അവരെന്നെ തള്ളി പറഞ്ഞു. പിന്നീട് ഞാൻ എന്റെ ഗ്രാമത്തിൽ നിന്നിട്ടില്ല. അവിടുന്ന് ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ ഗ്രാമം വിടുന്നതിന് മുൻപായിട്ട് ലീഫ് വില്ലേജുമായി ഒരു ഫൈറ്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു വെച്ചു. അങ്ങനെ തുടക്കത്തില് ഫസ്റ്റ് ഹൊക്കാഗെയും ഞാനുമായിട്ട് ഫൈറ്റ് ആരംഭിച്ചു. ആ ഒരു ഫൈറ്റില് ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു. അന്ന് എല്ലാവരും കരുതിയത് ഞാൻ മരിച്ചു പോയെന്നാണ്. എല്ലാവരും പതിയെ പതിയെ എന്നെ മറന്നുപോയി. ഹാസിറയ്ക്ക് ശേഷം അവന്റെ ബ്രദറാണ് പിന്നീട് ഹൊക്കാഗെ ആയത്. അവൻ ഉച്ചിഹ ക്ലാനിനോട് ഒരുപാട് ബഹുമാനം കാണിച്ചു. അവനാണ് ഉച്ചിഹ ക്ലാനില് ഒരു പോലീസ് ഫോഴ്സ് ഉണ്ടാക്കിയത്. പക്ഷെ അതേ സമയം തന്നെ അവൻ അൻബു ബ്ലാക്ക് ഓപ്സ് എന്ന് പറയുന്ന മറ്റൊരു ടീം ഉണ്ടാക്കി ഞങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ പതിയെ പതിയെ ഉച്ചിഹ ക്ലാനിലുള്ള എല്ലാവരും ആ ഒരു സത്യം അത് മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ കാലങ്ങൾ കഴിയുന്തോറും സെഞ്ചി അവർ ഉച്ചിഹ ക്ലാനിനെ വെറും ഒരു നായെ പോലെ കാണാൻ തുടങ്ങി. അതിനുശേഷമാണ് നിനക്കറിയാവുന്നതുപോലെ ആ ഒരു 9 ടൈൽ ഫോക്സ് അറ്റാക്ക് അതുണ്ടാക്കിയത് ഞാനാണ്. പക്ഷെ അപ്പൊ തന്നെ ലീഫ് വില്ലേജിൽ ഉണ്ടായിരുന്ന പ്രമുഖന്മാർക്ക് മനസ്സിലായിരുന്നു ഇതിന്റെ പിന്നില് ഉച്ചിഹ ക്ലാനിലുള്ളവർ തന്നെയാണെന്ന്. കാരണം ഉച്ചിഹ ക്ലാനിലുള്ളവർക്കേ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അതിനുശേഷം അവര് അൻബു ബ്ലാക്ക് ഓപ്സിനെ ഉപയോഗിച്ച് ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഉച്ചിഹ ക്ലാനിനെ ഒരു മൂലയ്ക്ക് ഒതുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ തേർഡ് ഹൊക്കാഗെ അദ്ദേഹം മാത്രം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഞങ്ങൾക്കെതിരായിരുന്നു. അതിനുശേഷമാണ് ഉച്ചിഹ ക്ലാനിലുള്ളവര് ലീഫ് വില്ലേജുമായി ഒരു യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തത്. അത് മനസ്സിലാക്കി ലീഫ് വില്ലേജുകാര് ഉച്ചിഹ ക്ലാനിൽ തന്നെയുള്ള മറ്റൊരാളെ അവരുടെ സ്പൈ ആക്കി മാറ്റി. സ്പൈ അത് മറ്റാരുമല്ല, അതാണ് നിന്റെ ബ്രദർ, സാക്ഷാൽ ഹിറ്റാച്ചി. അത് കേട്ട് സാസുക അവൻ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.